എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനസ് പ്രൊമോട്ടർ. ഏതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമ്മളൊരു കഥ പോലെ മനസ്സിലാക്കിയാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല, അല്ലേ? ഇതിനു മുമ്പ് നമ്മൾ പല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കഥ പോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഓയിൽ മസാജിങ്ങിനെ പറ്റി ഒരു കഥ പോലെ മനസ്സിലാക്കിയാലോ? നമ്മുടെ ശരീരത്തിനെ ഒരു ചെറിയ രാജ്യമായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു സ്മോൾ കിങ്ഡം. അതിനകത്ത് കുറേയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സിറ്റിസൻസ് ഉണ്ട്. ആരൊക്കെയാണോ സിറ്റിസൻസ്? മസിൽസ്, ബോൺസ്, സ്കിന്ന്, നെർവ്സ്, ബ്ലഡ്, ഇങ്ങനെ കുറേ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സിറ്റിസൻസ് ഉണ്ട്. ഇവർ രാവും പകലും വളരെ കഷ്ടപ്പെട്ടിട്ട് വർക്ക് ചെയ്യണു അവരുടെ രാജാവിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒബേ ചെയ്തുകൊണ്ട്. ഹെവി ലോഡ് എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട്, സ്ട്രെസ്സ്, ഇമോഷൻസ്, ഇതെല്ലാം ചുമന്നുകൊണ്ടാണ് അവർ ഓരോ ദിവസം മുമ്പോട്ട് പോണത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇവർ വീക്കാവാൻ തുടങ്ങും, വളരെയധികം ടയേർഡാവും, വളരെയധികം എഫക്റ്റഡ് ആവും അവർ. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ സിറ്റിസൻസിനകത്ത് മസിൽ എന്ന് പറയുന്ന സിറ്റിസൺ ഭയങ്കര ടയേർഡാവും, ഭയങ്കര ടൈറ്റനാവാൻ തുടങ്ങും. സ്കിൻ എന്ന് പറയുന്ന സിറ്റിസൺ അരണ്ട് ഉണങ്ങി വിള്ളൽ വീഴാൻ തുടങ്ങും, ഓരോ ജോയിൻസും ഒച്ചകൾ ഉണ്ടാക്കാൻ തുടങ്ങും. മനസ്സെന്ന് പറയുന്ന മൈൻഡ്, അത് നിറച്ച് വേണ്ടാത്ത കുറേ തോട്ട്സുകളായിട്ടായിരിക്കും മനസ്സ് നടക്കുന്നത്. നെർവ് ഹെൽത്ത് ആണെങ്കിൽ വളരെയധികം ടയേർഡായി തുടങ്ങും. ഇവരുടെ എല്ലാ കണ്ടീഷൻസും കണ്ട് പേടിച്ചിട്ട് സ്ലീപ്പ് എന്ന് പറയുന്ന സിറ്റിസൺ അവിടെ നിന്ന് നാട് വിട്ട് പോയി കളയും. ഇങ്ങനെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാം. ഇത് എളുപ്പത്തിൽ നമുക്ക് ശരീരത്തിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളെ പറ്റി മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നത്. ഈ ഒരു അവസ്ഥയിൽ രാജാവ് എന്ത് ചെയ്യും? ഇതിനെന്തെങ്കിലും ഒരു പോംവഴി വേണ്ടേ? അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് അവിടെ ഒരു ഉപദേശി വരുന്നത്. ആ ഉപദേശി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അഭ്യംഗം എന്ന് പറയുന്ന ഉപദേശി. അതാണ് ഓയിൽ മസാജ്. ഓയിൽ മസാജ് വന്നിട്ട് പറയാം, ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. എങ്ങനെ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേയധികം മാജിക്കൽ ഓയിൽസ് ഉണ്ട്, കുറേയധികം മാജിക് എണ്ണകളുണ്ട്. അദ്ദേഹം അതുകൊണ്ട് വന്നിട്ട് പറയണു, ഈ ഒരു രാജ്യത്തിനെ നമുക്ക് നറിഷ് ചെയ്യണ്ടേ, എല്ലാ വേദനകളും മാറ്റണ്ടേ, സമാധാനം കൊണ്ടുവരണ്ടേ, ഇതിനെല്ലാമായിട്ട് അഭ്യംഗ എന്ന് പറയുന്ന ഈ ഒരു ഹീലർ അല്ലെങ്കിൽ ഒരു മസാജർ വന്നിട്ട് ചെറു ചൂടോടുള്ള എണ്ണ അങ്ങ് നല്ലോണം അപ്ലൈ ചെയ്യാൻ തുടങ്ങും. പിന്നെ സംഭവിക്കുന്ന മാജിക്കുകളാണ്. എന്തൊക്കെയാണ് സംഭവിക്കണേ നോക്കാം. ടൈറ്റായിട്ട് നിൽക്കുന്നതും ടയേർഡായിട്ട് നിൽക്കുന്ന മസിൽസ് വളരെ റിലാക്സ്ഡ് ആവാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങി. വരണ്ടുണങ്ങിയിരിക്കുന്ന സ്കിൻ ഈ എണ്ണ മുഴുവനും കുടിച്ച് വളരെ സോഫ്റ്റായിട്ട് സ്മൂത്ത് ആവാനും തുടങ്ങി. ജോയിൻസ് ഒക്കെ ഭയങ്കര സ്മൂത്തായി, പുതിയതായ ഓയിലൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്ത പുതിയ ഡോറ് പോലെ ഒരു ഒച്ചയില്ലാണ്ട് എല്ലാ ജോയിൻസും വർക്ക് ചെയ്യാൻ തുടങ്ങി. നെർവ്സ് ഒക്കെ വളരെയധികം കാം ഡൗൺ ആയിട്ട്, ആങ്സൈറ്റി ഒക്കെ പറന്നുപോയി. ടോക്സിൻസ് ഒക്കെ ബാഗും പാക്ക് ചെയ്ത സ്ഥലം വിട്ടു. ബ്ലഡും എനർജിയും നല്ല നല്ല ഒഴുക്കുള്ള പുഴ പോലെ ഒഴുകാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഉറക്കം തിരിച്ചെത്തിയാണ് വഴിയെ നമ്മുടെ രാജ്യത്തിൻ്റെ രാജാവ്, അതായത് നമ്മൾ ഹാപ്പിയായി, സ്ട്രോങ്ങറായി, മോർ ആക്റ്റീവായി, മോർ ഫോക്കസ്ഡ് ആൻഡ് സെൻറ്റേർഡായി. അപ്പം അഭ്യംഗ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓയിൽ മസാജ് സ്കിന്നിൻ്റെ സൗന്ദര്യത്തിനുള്ളത് മാത്രമല്ല. നമ്മൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തിനോട് പറയുകയാണ്, ഐ എം ടേക്കിംഗ് കെയർ ഓഫ് യുവർ ബോഡി, ഞാൻ നിന്നെ ടേക്ക് കെയർ ചെയ്യാണ്, ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കാനായിട്ട്, ആരോഗ്യത്തോടെ ജീവിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്നാണ് നമ്മൾ ഓരോ ഓയിൽ മസാജിലും പറയുന്നത്. അങ്ങനെ ഓയിൽ മസാജ് ഒരു റോയൽ ട്രഡീഷൻ ആയിട്ട് മാറി. ഈ ഒരു സിമ്പിൾ ആക്ട് ഡെയിലി ചെയ്യുമ്പോൾ ബോഡിയെ ഹെൽത്തിയും മൈൻഡിനെ പീസ്ഫുൾ ആക്കാനായിട്ട് സഹായിക്കും. ഇതിന്റെ മോറൽ ഓഫ് ദി സ്റ്റോറി എന്താ? ഓയിൽ മസാജ് ഇസ് നോട്ട് ഓൺലി ഫോർ ദ സ്കിൻ കെയർ, പെയിൻ റിലീഫ്, ഡീറ്റോക്സ്, ഡീപ്ലി നറിഷിംഗ് ദ എൻറ്റയർ ബോഡി. അപ്പോൾ എണ്ണ തേക്കലിൻ്റെയും ഓയിൽ മസാജിൻ്റെയും ഗുണങ്ങൾ ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത്രയും നല്ല ഗുണങ്ങളാണ് ഓയിൽ മസാജ് തരണേന്നുണ്ടെങ്കിൽ, നല്ലൊരു ഓയിലും കൂടെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ഞാൻ പരിചയപ്പെട്ടതിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള, വളരെ നല്ല കോമ്പിനേഷൻസ് ആയിട്ടുള്ള ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഓയിലാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അത് സ്കിന്നിന്, സ്കാൽപ്പിന്, മസിൽ ഹെൽത്തിന്, നെർവ് ഹെൽത്തിന്, ബോൺ ഹെൽത്തിന്, എല്ലാത്തിനും ഒരേപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അതാണ് എലമെൻറ്റ്സ് വെൽനസിൻ്റെ ചാമ്പ്യൻ ഓയിൽ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെലക്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എപ്പോഴും അതിൻ്റെ നോഹൗ ആരുടെയാണെന്നും അതിൻ്റെ സർട്ടിഫിക്കേഷനെ നോക്കിയിട്ടാണ് എടുക്കാറ്. ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓയിൽ മസാജിങ് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് മുഴുവനും ഈ ഓയിൽ തേക്കുമ്പോഴും ഉണ്ടാവും എന്നുള്ളത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 2, ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഗുണമാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുന്തോട്ടി, മഞ്ചട്ടി, ഞവര, മുതിര, അറുകപ്പട്ട, പച്ചില, അതേപോലെ ഒരു 4 തൈലങ്ങളും ഉണ്ട്. ടീ ട്രീ ഓയിൽ, മാഷ തൈലം, വേപ്പെണ്ണ, എള്ളെണ്ണ. മെയിനായിട്ട് ഇതിനകത്ത് എള്ളെണ്ണയാണ് ബേസ്. അത് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനായിട്ടും പെനട്രേറ്റ് ചെയ്യാനായിട്ടും വളരെ നല്ല കഴിവുള്ളതാണ് എള്ളെണ്ണ. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒരു യുണീക്ക് ഫോർമുലയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. തൈലപാക വിധി പ്രകാരമാണ് ഈ ഒരു എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും
എടുത്തിട്ട് അതിൻ്റെ ഒരു കഷായം ഉണ്ടാക്കി അത് അരിച്ചെടുക്കണം. പിന്നെ അതേ ഇൻഗ്രീഡിയൻസ് തന്നെ പൊടിച്ചെടുത്ത് അത് പാലിൽ അരച്ച് ഒരു പേസ്റ്റ് ആക്കിയിട്ട് കിഴി കെട്ടിയെടുക്കുന്നു. ഇനി ഈ 4 തൈലവും അതിനകത്തേക്ക് ഈ കഷായം നമ്മൾ ഉണ്ടാക്കിയതും ചേർത്ത് ഈ കിഴിയും വെച്ചിട്ടാണ് ഈ ഒരു പ്രത്യേക തരം ഓയിൽ ഉണ്ടാക്കുന്നത്. ഇതാണ് തൈലപാക വിധി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഭയങ്കര എഫക്റ്റീവാണ്. ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ഗുണം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടും. ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഗുണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് മഞ്ചട്ടി, സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലത്, ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്, വിഷഹരം പ്രോപ്പർട്ടി ഉള്ളതാണ്. ഈ ഓയിലിന് ഒരു ഡീപ്പർ പെനട്രേറ്റിംഗ് ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെയധികം ഗുണം ചെയ്യും നമുക്ക്. ഞവര അരി എന്ന് പറഞ്ഞാൽ നെർവ്സിനെ കാം ഡൗൺ ചെയ്യാനും നറിഷ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യണം. വേപ്പെണ്ണയും ടീ ട്രീ ഓയിലും ആൻറ്റി ബാക്ടീരിയൽ കർമ്മമാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചൊറിച്ചിലോ ചെറിയ ഇച്ചിങ് അങ്ങനെയൊക്കെ ഉള്ളതിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യണം. ഈ ചാമ്പ്യൻ തൈലത്തിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലഡ് സർക്കുലേഷൻ വളരെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യണം. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മോർ ന്യൂട്രിയൻസും മോർ ഓക്സിജനും വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും. മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അപ്പോൾ തന്നെ പെയിൻ, സ്റ്റിഫ്നെസ് അതിനൊക്കെ വളരെയധികം റിലീഫ് കിട്ടണം. പിന്നെ ഒരു ലൂബ്രിക്കൻറ്റ് പോലെ ജോയിൻസിനെ സപ്പോർട്ട് ചെയ്യണം. ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വലിയൊരു പരിഹാരമാണ്. പിന്നെ ഇത് നെർവ്സിന് ഒരു ടോണിക്കാണ്. നെർവിന് എങ്ങനെയാണ് എണ്ണ തേക്കുമ്പോൾ ഗുണം ഉണ്ടാവണമെന്ന് നോക്കാം. സ്കിൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ലാർജസ്റ്റ് സെൻസറി ഓർഗാനാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു ഓർഗാനാണ് സ്കിൻ. സ്കിന്നിൻ്റെ താഴെ അല്ലെങ്കിൽ സ്കിന്നിൽ മില്യൺസ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് നെർവ് എൻഡിങ്സ് ആണുള്ളത്. എണ്ണ തേക്കുമ്പോൾ അല്ലെങ്കിൽ മസാജ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന പ്രഷർ ഈ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ബ്രെയിൻ ഗുഡ് ഹോർമോണിനെ റിലീസ് ചെയ്യണം, അതായത് സെറോട്ടനിനും ഓക്സിറ്റോസിനും. എണ്ണയുടെ ചെറു ചൂട് നെർവിനെ റിലാക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ പെയിനും സ്ട്രെസ്സിനെയും ഇല്ലാണ്ടാക്കണം. ഓരോ തവണ നമ്മൾ മസാജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ചെറിയ മസാജ് കൊടുക്കുമ്പോഴും നമ്മൾ നെർവിനോട് പറയാണ് എവറിത്തിങ് ഇസ് സേഫ്, യു ക്യാൻ റിലാക്സ്. അതായത് നെർവിനെ റിലാക്സ്ഡ് ആയിട്ട് വെക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യണം. സ്കിൻ മസാജ് വഴി എങ്ങനെയാണ് നെർവിന് സപ്പോർട്ട് ആവണമെന്ന് നമ്മൾ മനസ്സിലാക്കി. നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ആക്കി നല്ല ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്ത് സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് സ്ട്രെസ് കുറച്ച് അങ്ങനെ വലിയൊരു റോളാണ് നെർവ് ഹെൽത്തിന് കൊടുക്കുന്നത്. മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും ഓയിൽ മസാജിങ് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ എബ്ഡോമൻ സൈഡിൽ നമ്മൾ ഇതിനെ മസാജ് ചെയ്യുമ്പോൾ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ദ ബോഡിയും കൂടിയാണ് നടക്കുന്നത്. ബ്ലോട്ടിങ്, സ്വെല്ലിങ് അങ്ങനെയുള്ളതൊക്കെ കുറയും. ലിംഫാറ്റിക് ഡ്രെയിനേജിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ സ്കിന്നിന് വളരെ നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ തന്നെ അല്ലേ. ഡ്രൈനെസ് റെഡ്യൂസ് ചെയ്യണോ, ഇച്ചിങ്, മുരി പോലെ വരുന്ന ഫ്ലേക്ക്നെസ്, അതായത് മുരി പോലെ വരുന്ന സിറ്റുവേഷൻ ഇല്ലാണ്ടാക്കുന്നു. സ്കിന്നിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആക്കുന്നു സ്കിന്നിനെ. തലയിൽ തേക്കുമ്പോൾ ഹെയർ ഫോളിക്കിൾസിന് അത് വളരെ നല്ലതാണ്. അപ്പോൾ ഹെയർ ഫോളിനെ പ്രിവെൻറ്റ് ചെയ്യണു, പ്രിമച്വർ ഏജിങ് ഇല്ലാണ്ടാക്കുന്നു, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട്. റെഗുലർ മസാജ് ഇമ്മ്യൂൺ ഫംഗ്ഷൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻ തൈലം തല തൊട്ട് കാല് വരെ ഉപയോഗിക്കാവുന്നതാണ്. ഒരു മൾട്ടി പർപ്പസാന്ന് ഞാൻ പറഞ്ഞു. എല്ലാ സ്കിന്നിന്, ഹെയറിന്, ജോയിൻറ്റ് ഹെൽത്തിനുള്ളത്, നെർവ് ഹെൽത്തിനുള്ളത്, സ്കാൽപ്പിന്, അങ്ങനെ ഓവറോൾ ഒരു ഹോൾ ബോഡി മസാജിന് യൂസ് ചെയ്യാവുന്ന ഒരു ഓയിലാണ്. ഈ എണ്ണ നീർക്കെട്ട്, സന്ധിവേദന, പുറം വേദന എന്നിവയ്ക്കും വേദന ഭാഗത്ത് പുരട്ടി ചൂട് പിടിക്കാവുന്നതാണ്. കൂടാണ്ട് ഉളുക്ക്, ചതവ് ഇവയ്ക്കും വളരെ വളരെ എഫക്റ്റീവാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റെഗുലറായിട്ട് AC-യിൽ ഇരിക്കുന്ന ആൾക്കാർ അവർ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ അവർക്കൊരു കഫം കൂടുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എണ്ണ തേക്കൽ അവോയ്ഡ് ചെയ്യാനാണ് നല്ലത്. അവർ തേക്കുന്നത് അവർക്ക് ഓഫുള്ള ദിവസം, അതായത് വീക്കെൻഡ്സിലോ അവർക്ക് എന്നാണോ ഓഫുള്ള ദിവസം, ജോലിയില്ലാത്ത ദിവസം, അന്ന് അവർക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് എണ്ണ തേച്ച് കുളിച്ചിട്ട് ഫുൾ ടൈം AC-യിൽ ഇരിക്കുമ്പോൾ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെ തേക്കാന്ന് വെച്ചാൽ 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുതൽ നമുക്കിത് തേക്കാവുന്നതാണ്. ഇത് തേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന നല്ലതാണ്. അത് നമ്മൾ ഭയങ്കര കെമിക്കൽ അടങ്ങിയ സോപ്പുകളൊന്നും യൂസ് ചെയ്യാണ്ട് മൈൽഡായിട്ടുള്ള ഹെർബൽ സോപ്പുകളോ അതേപോലെ പയറുപൊടിയോ കടലമാവോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കുളിക്കാവുന്നതാണ്. ഈ ശരീരത്തിൽ നിന്ന് ഈ എണ്ണയുടെ അംശം കംപ്ലീറ്റ് ആയിട്ട് പോവാണ്ട് അതൊരു മോയ്സ്ചറായിട്ട് നിൽക്കാൻ പാകത്തിന് വേണം കഴുകിക്കളയാനായിട്ട്. മൈനസും ആങ്സൈറ്റിയും ബോഡി പെയിൻ എല്ലാം വാതദോഷത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു വാം ഓയിൽ മസാജ് വാതയെ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, ടു കീപ് വാത ഇൻ ബാലൻസ്. ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ എഫക്റ്റീവാണ് ഇത് റെഗുലർലി യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഓയിൽ മസാജ് എന്ന് പറഞ്ഞാൽ സ്കിന്നിന് വേണ്ടി മാത്രമുള്ളതല്ല, നിരവധി ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഓയിൽ മസാജ് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ എൻറ്റയർ ബോഡിയുടെ നറിഷ്മെൻറ്റിന് ഓയിൽ മസാജ് വളരെ നല്ലതാണ്. സോ ഫോർ മോർ പ്രോഡക്റ്റ് റിലേറ്റഡ് വീഡിയോസ് ആൻഡ് ഫോർ ഹെൽത്ത് ടിപ്സ്, follow this channel. If you like the video, just give a thumbs up, and if you